ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ യൗവനക്കാരെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും യേശു സ്നേഹിക്കുന്നു. യേശു ആരെയും മാറ്റി നിർത്തുന്നില്ല. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരോടും യേശുവിന് സ്നേഹമാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, എന്നെ ആര് സ്നേഹിക്കാൻ, ഈ ഭൂമിയിലെ മനുഷ്യർ പോലും സ്നേഹിക്കുന്നില്ല, പിന്നെ ആ ദൈവം. അല്ല പ്രിയരെ, മനുഷ്യരാരും നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിലും നിങ്ങളെ യേശു സ്നേഹിക്കും. കർത്താവിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ സ്നേഹം അത്രമാത്രം വലുതാണ്, അത്രമാത്രം ആഴമാണ്, അത്രമാത്രം വിശാലമാണ്. ഹല്ലേലൂയ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതൊരിക്കലും മറക്കരുത്. നിങ്ങളുടെ ഹൃദയപ്പലകമേൽ അത് എഴുതിയിടണം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും. ഒരുപക്ഷെ നിരാശയുടെ കയത്തിലേക്ക് നിങ്ങൾ ആണ്ട് പോകുമ്പോൾ, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ, ആരും എന്നെ സ്നേഹിക്കുന്നല്ലോ എന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടുമ്പോൾ, ഈ ഒരു കാര്യം ആരും സ്നേഹിക്കുന്നില്ലെങ്കിലും യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന സത്യം. ഹല്ലേലൂയ. അത് നിങ്ങളെ ഒത്തിരി ആശ്വസിപ്പിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം ചിന്തിച്ചു വരുന്നത് സയൻസ്, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ്. പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പ്രവർത്തിക്കുന്ന ദൈവം. അത് ഇന്നും തുടങ്ങിയതല്ല, ഈ 21-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതല്ല. അത്ഭുതങ്ങൾ 1-ാം നൂറ്റാണ്ടിലും തുടങ്ങിയതല്ല, അതിനു മുമ്പേ തുടങ്ങിയതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ. ഈ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത് തന്നെ അത്ഭുതമായിരുന്നല്ലോ. നാം ചിന്തിച്ചതാണ്. സൃഷ്ടിപ്പ് മുഴുവൻ അത്ഭുതമാണ്. എന്തിന്? മനുഷ്യരായി നമ്മെ മെനഞ്ഞതുപോലും വലിയൊരു അത്ഭുതമല്ലേ. മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. സ്തോത്രം. തൻ്റെ കൈകൊണ്ട് മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം, ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്, തൻ്റെ ചുണ്ടുകൊണ്ട് ആ മൂക്കിലേക്ക്, മണ്ണുകൊണ്ട് മെനഞ്ഞ മനുഷ്യൻ്റെ മൂക്കിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ച് ജീവശ്വാസം ഊതി, അങ്ങനെ മനുഷ്യൻ ജീവുള്ള ദേഹിയായി തീർന്നു എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇതൊക്കെ അത്ഭുതമാണ്. അല്ല, ഈ വേദപുസ്തകം തന്നെ ഒരു അത്ഭുതമാണ്. വേദപുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും അത്ഭുതമാണ്. നമ്മൾ ഏതാനും കാര്യങ്ങൾ തൊട്ടുതൊട്ടൊന്ന് ചിന്തിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്, മാറായിൽ വെള്ളമില്ലായിരുന്നു, പക്ഷെ വെള്ളം കിട്ടി. പക്ഷേ വെള്ളം കയ്പായിരുന്നു. ആ കയ്പുള്ള വെള്ളം മാറി മധുരമാക്കി തീർത്തു. മാറായെ മധുരമാക്കി തീർത്ത അത്ഭുതം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം നാം ചിന്തിച്ചു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് ചെങ്കടൽ കടന്ന് മാറായിൽ അവർ അത്ഭുതം കണ്ട് അവർ ഏലീമിൽ പാളയമിറങ്ങി. ഏലീമിൽ അവിടെ ഈത്തപ്പനകളും നല്ല ജലാശയങ്ങളുമുള്ള സ്ഥലം. എന്നാൽ അവിടെ നിന്നും അവർ സീൻ മരുഭൂമിയിൽ എത്തി. എവിടെ? ഏലീമിനും സീനായ് മലയ്ക്കും ഇടയിലുള്ള സീൻ മരുഭൂമിയിൽ അവരെത്തി. അപ്പോൾ പിന്നെയും പ്രശ്നം. എന്നും പ്രശ്നമാണല്ലോ ഇസ്രായേൽ ജനത്തിന്, എന്നും പ്രശ്നം. കർത്താവിന് സ്തോത്രം. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുവിറുത്തു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 2-ാമത്തെ വാക്യം. ജനം പിറുവിറുക്കുകയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ജനം ആവശ്യക്കാരാണ്, ജനം അത്യാവശ്യക്കാരാണ്. അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ദൈവത്തോട് പിറുവിറുക്കും, ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രദസ്തന്മാരോടും പിറുവിറുക്കും. ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള ഒരപ്പച്ചൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിരിക്കണം. കർത്താവിന് സ്തോത്രം. എനിക്ക് ഉള്ളിൽ ഒരു സന്തോഷമാണ് തോന്നിയത്. കാരണം അദ്ദേഹത്തിന് ഈ എളിയനായി ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുമെന്നൊരു വിശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന കാര്യം സാധിച്ചു കിട്ടണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയേ പറ്റൂ. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ നമുക്ക് മറുപടി തരുന്നത് കർത്താവാണ്. ഞാനങ്ങനെ പറഞ്ഞു. എത്ര വലിയ ദൈവദാസൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് കർത്താവാണ്, യേശുക്രിസ്തുവാണ്. സ്തോത്രം. നിത്യനായ ദൈവമാണ്. അവിടെ ഇസ്രായേൽ ജനം പിറുവിറുക്കുകയല്ലായിരുന്നു വേണ്ടത്, പ്രാർത്ഥിക്കുകയായിരുന്നു വേണ്ടത്.
പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പകരം പിറുവിറുപ്പ് വരുന്നുണ്ടോ? പ്രാർത്ഥിക്കൂ മകനെ, നീ പിറുവിറുക്കല്ലേ, നീ കുറ്റം പറയല്ലേ, നീ പിറുവിറുത്ത് മറ്റുള്ളവർ മനുഷ്യരോടും ദൈവത്തോടും പിറുവിറുക്കല്ലേ. അത് നല്ലതല്ല. പ്രാർത്ഥിക്കൂ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഈ പിറുവിറുക്കുന്നതിന് പകരം നാം പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചാലും കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വരും. ആ വിശ്വാസം നിങ്ങളെ ഉറപ്പിക്കും. അത് നിങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും. ഇങ്ങനെ വിശ്വാസം വർദ്ധിച്ചാൽ എന്ത് ഗുണം? എനിക്ക് ഒരു കാര്യത്തിന്, എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവം മറുപടി തന്നുവെങ്കിൽ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം മറുപടി തരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും. അങ്ങനെ നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിത്തീരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിറുവിറുക്കുകയല്ല വേണ്ടത്, പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇസ്രായേൽ ജനം പിറുവിറുത്തു. എന്താണ് അവരുടെ പ്രശ്നം? ഇപ്പോൾ അന്ന് വെള്ളം കിട്ടാത്തതായിരുന്നു പ്രശ്നം, വെള്ളത്തിൻ്റെ കയ്പായിരുന്നു പ്രശ്നം. ഇന്ന് അവർക്ക് പ്രശ്നം, ഇസ്രായേൽ മക്കൾ അവരോട് പറയുകയാണ്, മോശയോടും അഹരോടും പറയുകയാണ്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചുവെങ്കിൽ കൊള്ളായിരുന്നു. കട്ടിയായിപ്പോയി. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര കഠിനമായ വാക്ക്. പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ ഇത്രയും കട്ടിയായിട്ടുള്ളത് ഉപയോഗിക്കരുത്, ഇല്ലേ? നമുക്കൊരു സജഷൻ പറയാം, ഒരു നിർദ്ദേശം പറയാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷെ ഇത്രയും കട്ടി ഏത്? അത്ഭുതങ്ങൾ കണ്ട ജനമാണത്. 10 അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം പ്രവർത്തിച്ചാണ് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഫറവോൻ്റെ അടുത്ത് നിന്ന് പുറപ്പെടുവിച്ചത്. അവരെ മരുഭൂമിയിലൂടെ നടത്തി. അവർക്ക് ഒരു വലിയ തടസ്സം, ചെങ്കടൽ അവരുടെ മുമ്പിൽ തടസ്സമായിരുന്നപ്പോൾ ചെങ്കടൽ കർത്താവ് വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടി അവരെ നടത്തി. അവർ കണ്ടതാണ്. മാറായിൽ വന്നപ്പോൾ വെള്ളമില്ല, കയ്പുള്ള വെള്ളമാണ്. അത് മാറ്റി മധുരമായ വെള്ളം കൊടുത്തു. ഏലീമിൽ വന്നപ്പോൾ ഈത്തപ്പനയുടെ ഫലം അവർക്ക് കൊടുത്തു, മധുരമായ ഫലം കൊടുത്തു. ഇപ്പം പറയുക, ഞങ്ങൾക്ക് ഇറച്ചി വേണം. അതാ മനുഷ്യൻ്റെ ആഗ്രഹം ഒരിക്കലും തീരുന്നില്ല. ഒരു പരിവരെ ആഗ്രഹങ്ങൾ നല്ലതാണ്, എന്നാൽ ദുരാഗ്രഹം അത് പാപമാണ്. അത്യാഗ്രഹം അത് പാപമാണ്. നമുക്ക് ആഗ്രഹിക്കാം, ഭർത്താവേ ഇന്നതാവണം. നമുക്ക് ആത്മീയമായി ഉന്നതമായത് ആഗ്രഹിക്കാം, ഭൗതികമായതും ആഗ്രഹിക്കുന്നത് തെറ്റില്ല. പക്ഷേ അമിതാഗ്രഹവും അത്യാഗ്രഹവും ദുരാഗ്രഹവും നമ്മുടെ മേൽ വരരുത്. കർത്താവിന് സ്തോത്രം. വേറൊരു വിഷയമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പോൾ മോശ, 4-ാമത്തെ വാക്യം, മോശയ്ക്ക് അതേ ചെയ്യാനുള്ളൂ. എന്നും മോശയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ വളരെ കൗതുകത്തോടെ നമുക്ക് വായിക്കാൻ കഴിയും. ഈ ഇസ്രായേൽ ജനം എന്തെല്ലാം ചെയ്താലും പാവം മോശ, കർത്താവിന് സ്തോത്രം, പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴും. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും, ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. മോശ പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് ദൈവം സംസാരിച്ചു. മോശയോട് പറഞ്ഞു, ഞാനൊരു അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം തരും. ഇതുവരെയും ഭൂമിയിൽ നിന്ന് അപ്പം ഉണ്ടാക്കി തന്ന അനുഭവമേ ഉള്ളൂ. ആകാശത്ത് നിന്ന് അപ്പം തരുന്ന അത്ഭുതം. ആകാശത്ത് നിന്ന് അപ്പം കിട്ടാൻ സാധ്യമാണോ? മനുഷ്യർക്ക് സാധ്യമല്ല. മനുഷ്യർക്ക് സാധ്യമാണ്, ഇല്ലേ? ഭൂമിയിലുള്ളതെല്ലാം വച്ച് പിടിപ്പിച്ച് അതൊക്കെ പൊടിച്ച് അപ്പം ഉണ്ടാക്കാം. പക്ഷെ ആകാശത്ത് നിന്ന് അപ്പം തരാൻ, അപ്പം ഉണ്ടാക്കാൻ മനുഷ്യർക്ക് കഴിയില്ല, ദൈവത്തിനേ കഴിയും. ഇതാണ് അസാധ്യമായ കാര്യം. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞു, 14-ാമത്തെ വാക്യം, വീണ് കിടന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിൻ്റെ മാതിരി ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറേ എന്തെന്നറിയായികയാൽ ഇത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞു. ജീവനുള്ള ദൈവം സ്വർഗവാതിൽ തുറന്ന് ആകാശത്ത് നിന്നും ഇസ്രായേൽ ജനത്തിന് ഭക്ഷണം കൊടുത്തു. ഏതാണ് ആ ഭക്ഷണം? മന്ന ദൈവം വർഷിപ്പിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, 16-ാമത്തെ വാക്യം, ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. താൻ്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണമെന്ന് യഹോവ കൽപ്പിച്ചു. ദൈവം ചില നന്മകൾ തരുമ്പോൾ
അതിനോട് ചേർന്ന് ചില വചനവും ദൂതും തരും. മോനെ, നിനക്ക് സമ്പത്ത് തരാം, പക്ഷേ നീ ദ്രവ്യാഗ്രഹിയായി പോകരുത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നീ വിചാരിച്ചോളണം. നിനക്ക് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സോ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തോ തരുമ്പോൾ അവിടെ ഒരു വചനമുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. അത് കാക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടുവിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിച്ചോളണം. കർത്താവിന് സ്തോത്രം. നമുക്കൊരു ഉയർച്ച കിട്ടുമ്പോൾ, വളർച്ച കിട്ടുമ്പോൾ വചനമുണ്ട്. ഒരു നന്മ തരുമ്പോൾ അതിനോട് ചേർന്ന് വചനവും കർത്താവ് തരും. കർത്താവിന് സ്തോത്രം. ഓരോന്നിനും ഞാനതിപ്പോൾ എടുത്ത് വിശദീകരിക്കുന്നില്ല. ഒരു ഭാര്യയെ ദൈവം തരുമ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്നുള്ള വചനവും കൂടി തരുന്നുണ്ട്. ഒരു ഭർത്താവിനെ ദൈവം തരുമ്പോൾ ഭാര്യയോട് പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ ഭയപ്പെടുവീൻ. വചനമാണ്. ഒരു ഭാര്യയെ ഭർത്താവിന് തരുമ്പോൾ ഭർത്താവിനോട് പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പീൻ, കരുതുവീൻ, ബഹുമാനിപ്പീൻ. വചനത്തോടുകൂടി നന്മ തരുന്നു, നന്മയോടുകൂടി വചനവും തരുന്നു. നന്മ തന്നെയല്ല തരുന്നത്. ഏതൊരു നന്മ തരുമ്പോഴും ദൈവം ഒരു വചനവും തരുന്നു, ഒരു ദൂതും കൂടി തരുന്നു. ഈ നന്മ അനുഭവിച്ചു പോകുമ്പോൾ നാം ഈ വചനം കൂടി അനുസരിക്കുക, എന്നാലേ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ. ഹല്ലേലൂയ. നാം ഉയരുമ്പോൾ, നാം വളരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ നാം കരുതരുത്. എല്ലാം ദാനമെന്നോർത്തോളണം, എല്ലാം കൃപയാണെന്നോർത്തോളണം. അങ്ങനെ ഓരോന്നിനും വചനമുണ്ട്. ഹല്ലേലൂയ. മക്കൾ ജനിക്കുമ്പോൾ മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങൾ മക്കളെ കർത്താവിൻ്റെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തണം. നിങ്ങൾ ഉപദേശവും കൊടുക്കണം, ശിക്ഷയും കൊടുക്കണം. അത് തെറ്റല്ല. പക്ഷേ ഇന്ന് കാരണവന്മാർ ശിക്ഷിക്കുമോ? സമൂഹം ശിക്ഷിക്കാൻ അനുവദിക്കുമോ? പക്ഷേ ശിക്ഷിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങൾ അവർ രക്ഷപ്പെടും. സ്തോത്രം. കർത്താവിൻ്റെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തണം, ബാലശിക്ഷ കൊടുക്കണം. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കണം, നന്മ കണ്ടാൽ അപ്രീഷിയേറ്റ് ചെയ്യണം കുഞ്ഞുങ്ങളെ. കർത്താവിന് സ്തോത്രം. ദൈവനാമത്തിൽപ്പെട്ടെ മക്കളോട്, അവർക്ക് അപ്പനും അമ്മയെയും കിട്ടുമ്പോൾ മക്കൾക്ക് ദൈവം വചനം കൊടുക്കുന്നുണ്ട്. മക്കളെ, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനുമായി നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടി ആദ്യകൽപ്പനയാകുന്നു. വചനം. എല്ലാത്തിനും ഒരു വചനം ഇല്ലേ? ഒരനുഗ്രഹമുണ്ടോ അവിടെ ഒരു വചനമുണ്ട്. ആ വചനമനുസരിച്ച് നാം ഈ അനുഗ്രഹം അനുഭവിക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്, സാക്ഷാത്തായി അനുഗ്രഹിക്കപ്പെടുന്നത്. ചിലരുണ്ട് അനുഗ്രഹം മാത്രം ഇഞ്ഞു പോരെ, വചനമൊക്കെ പോട്ടെ. മോനെ, വചനമനുസരിക്കാത്ത അനുഗ്രഹം, വചനമില്ലാത്ത അനുഗ്രഹം ദൈവത്തിൽ നിന്നുള്ളതല്ല, വചനത്തോട് ചേർന്ന അനുഗ്രഹം. അതാണ് ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണം, ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു തെളിവ്. ആ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ വചനമനുസരിക്കണം. മകനെ, നിനക്ക് കിട്ടിയ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ നീ ഉന്നത ഭാവം കാണിക്കരുത്, അഹങ്കരിക്കരുത്. പോകും, എല്ലാം പോകും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇവിടെ എന്ത് സംഭവിച്ചു? മന്ന കിട്ടി. നിങ്ങൾ ഓരോ ദിവസവും മന്ന ഒരിടം കഴിവ് ഇറക്കണം, ഓരോ ആളൊന്നിന്. പക്ഷേ ഇസ്രായേൽ ജനം ചെന്ന് കൂടുതൽ പിറക്കി, അനുസരിച്ചില്ല. കൂടുതൽ പിറക്കിയവർക്ക് കൂടുതലും, കുറവ് പിറക്കിയവർക്ക് കുറവും കണ്ടില്ല, അനുസരിക്കുന്നില്ല. നിങ്ങൾ പിറക്കണം, 6-ാമത്തെ ദിവസം 2 ഇടം കഴിവ് ഇറക്കണം. കാരണം 7-ാമത്തെ ദിവസം ശബത്താണ്, അതിൽ പിറക്കാൻ പോകരുത്. ചിലർ അതനുസരിക്കാതെ 7-ാം ദിവസവും ചെന്ന് പെറുക്കി, ദൈവകോപം ഉണ്ടായി. 6-ാം ദിവസം 2 ഇടം കഴിവ് പെറുക്കാം, പക്ഷേ അത് ചീത്തയായി പോവുകയില്ല. മറ്റ് വേറെ ഏതെങ്കിലും 1 മുതൽ 5 ദിവസം വരെ 2 ഇടം കഴിവ് പെറുക്കിയാൽ അത് ചീഞ്ഞു പോകും, പിറ്റേ ദിവസത്തേക്ക് കൊള്ളുകയില്ല. ഇതെല്ലാം ദൈവ വ്യവസ്ഥയാണ് പ്രിയരെ, ദൈവവചനമാണ്. നാം നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ കഴിവിനോ നമ്മുടെ പഠനത്തിനോ അനുസരിച്ച് വചനം ചിന്തിക്കരുത്. വചനം വിശ്വസിക്കുകയാണ് വേണ്ടത്. വചനം പറഞ്ഞ കർത്താവാണത്, വിശ്വസിക്കണം. ഇസ്രായേൽ ജനത്തിന് ആകാശത്ത് നിന്നും മന്ന കൊടുത്തു, അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സാധിക്കാത്ത ചില കാര്യത്തിന് സ്വർഗത്തിൽ നിന്ന് മറുപടി കിട്ടുമെന്നുള്ള സത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഭൂമിയിൽ നല്ല മോനെ നിനക്ക് മറുപടി കിട്ടാൻ പോകുന്നത്. നീ പ്രതീക്ഷിക്കുന്നത് ഭൂമിയിൽ നല്ലേ മറുപടി. എൻ്റെ പണത്തിൻ്റെ ഞെരുക്കം മാറുന്നത് ഭൂമിയിൽ നിന്ന് ആരെങ്കിലും തന്നാലല്ലേ? അല്ല മോനെ, നിനക്ക് സ്വർഗത്തിൽ നിന്ന് കർത്താവ് തരും. നീ സ്വർഗത്തിലേക്ക് നോക്കണം, ഉയരങ്ങളിലേക്ക് നോക്കണം. ഭൂമിയിലെ മനുഷ്യൻ തന്നാൽ അത് തീർന്നു പോകും, പക്ഷെ ദൈവം തന്നാൽ അത് തീരാത്ത സമ്പത്താണ്. അല്ലെങ്കിൽ ദൈവം തരുന്ന സമാധാനം, ദൈവം തരുന്ന സന്തോഷം, അത് ഉയരത്തിൽ നിന്ന് തരുന്നതാണ്. ഉയരത്തിലെ നന്മകൾ പ്രാപിക്കാൻ നമുക്ക് ഒരുങ്ങാം. മന്ന കൊടുത്ത് ജനത്തെ പോഷിപ്പിച്ച, ഇസ്രായേൽ ജനത്തെ പോഷിപ്പിച്ച ദൈവം
പ്രിയ മകനെ, പ്രിയ മകളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളെ പോഷിപ്പിക്കും. അതുകൊണ്ട് വിശ്വസിക്കൂ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.